അതാണ് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഇപ്പോൾ ജി സുധാകരൻ രംഗത്ത് വരികയാണ്. സെയ്ഫ് സൈനുലാബ്ദീൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സെയ്ഫ്, നമുക്ക് 2014 തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം ഓർമ്മയുണ്ടല്ലോ. NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ച ആ പരാമർശത്തിന്റെ ഒരു ഇമ്പാക്റ്റ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ അവിടെ കണ്ടതാണ്, കൊല്ലത്ത് കണ്ടതാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന ഒരുപക്ഷെ വാവിട്ട വാക്ക് എന്നൊക്കെ നമുക്കതിനെ പറയേണ്ടി വരും. ആ വാക്ക് എതിരാളികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൊണ്ടുവരികയും അത് LDFന് വലിയ തോതിൽ ക്ഷീണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണ് എന്ന് പറഞ്ഞ ആ വാക്ക് അത് അടർത്തിയെടുത്ത് UDF പ്രചാരണ രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അതുണ്ടാക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്താകും സെയ്ഫ്? പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏത് വിഷയങ്ങൾ കിട്ടിയാലും അത് ആഞ്ഞു കത്തിക്കുക എന്നുള്ളത് എതിർ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന കാര്യമാണ്. ഇനി 16 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്, വളരെ തുച്ഛമായ സമയം. അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ എടുത്ത് വിതറുന്നതായിരിക്കും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ചെറ്റത്തരം എന്ന പ്രയോഗം അതിനെ അവർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. CPMന്റെ നേതാക്കന്മാർ അതിനോട് മറുപടി പറഞ്ഞിട്ടില്ല. അതിൻ്റെ മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു പക്ഷേ നൽകിയേക്കാം. നാളെ മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികൾ ആരംഭിക്കുകയാണ്, പര്യടനം ആരംഭിക്കുകയാണ്. അടുത്ത മാസം 3 വരെ അദ്ദേഹം 48 കേന്ദ്രങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. ഒരു ദിവസം 4 കേന്ദ്രങ്ങളിൽ വെച്ചാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. ആദ്യം പത്തനംതിട്ട ജില്ലയിലാണ്. സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയുടെ മറുപടി അതിനകത്ത് ഉണ്ടാകും. ഈ ചെറ്റത്തരം എന്ന പ്രയോഗം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വെറുതെ വന്നു പോയതായി കാണാൻ നമുക്ക് കഴിയില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് മുതൽ നമ്മൾ കാണുന്നതാണ്, അല്ലെങ്കിൽ അതിനു മുമ്പ് മന്ത്രിയായിരുന്ന സമയത്ത് മുതൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ആളാണ്. ഒരു വാക്ക് പോയിട്ട്, ഈ ചെറ്റത്തരം എന്ന വാക്ക് പോയിട്ട് ഒരക്ഷരം അദ്ദേഹം വിചാരിക്കാത്ത കാര്യങ്ങൾ വായിൽ നിന്ന് വരില്ല. അദ്ദേഹം എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് പറയാൻ വേണ്ടി പറയുന്നതായിരിക്കും. പറയുന്ന കാര്യങ്ങൾ പിന്നീടൊട്ട് തിരുത്തി പറയത്തുമില്ല. അതുകൊണ്ട് ജി സുധാകരനെ ചെറ്റത്തരം എന്ന് വിളിച്ച, ജി സുധാകരനുമായി ബന്ധപ്പെട്ട കാര്യം ചെറ്റത്തരം എന്ന് പറഞ്ഞ വാചകത്തിൽ നിന്ന് മുഖ്യമന്ത്രി പുറകോട്ട് പോകാനുള്ള സാധ്യതയില്ല. അതിനെതിരെ ഇനിയിപ്പോൾ വ്യാപകമായ പ്രചരണം നടന്നാൽ പോലും അതിനെ രാഷ്ട്രീയമായി നേരിടാൻ വേണ്ടിയായിരിക്കും ഇടതുമുന്നണി ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിയും സുധാകരനും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരായി കാര്യങ്ങൾ മാറുന്നുണ്ട്. കാരണം സുധാകരൻ ഇതുവരെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന സൂചന നൽകുന്ന ആദ്യ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ 3ാം ഭരണം അതുണ്ടാകും എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. UDFന്റെ അണികൾക്ക് അത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹം ഫേസ്ബുക്കിൽ തിരുത്തിയിട്ടു 3ാം ഭരണം ഉണ്ടാകില്ല എന്ന തരത്തിൽ അദ്ദേഹം തിരുത്തിയിട്ടു. അപ്പോഴും സംസ്ഥാന സെക്രട്ടറിയെയും മറ്റ് നേതാക്കന്മാരെയും എല്ലാം കുറ്റം പറയുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ പോലും വിജയരാഘവനുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹം വിജയരാഘവനെ കുറ്റപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി ആ സീനിലേക്ക് കൊണ്ടുവന്നതേയില്ല. പക്ഷേ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ഒരു സുരക്ഷിത മണ്ഡലത്തിലാണ് തുടർച്ചയായി ജയിക്കുന്നത്. കണ്ണൂർ പോലെയല്ല ആലപ്പുഴ എന്ന് പറയുക വഴി ആലപ്പുഴയെക്കുറിച്ച് പിണറായി വിജയൻ ഒരു ചുക്കും അറിയില്ല എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിച്ചെടുക്കുകയും ചെയ്യാം. പിണറായി വിജയനും വിജയരാഘവനും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന തരത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിച്ചെടുക്കുകയും ചെയ്യാം. എന്തായാലും സുധാകരൻ CPM നേതാക്കളെ ആക്രമിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അങ്ങനെ CPM നേതാക്കളെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ CPM എന്തായാലും വെറുതെ ഇരിക്കില്ല. അദ്ദേഹത്തിന് കൂടുതൽ സ്പേസ് കൊടുക്കാൻ വേണ്ടി വെറുതെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് എല്ലാം തീരുമാനിച്ചത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തി വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടാൻ വേണ്ടിയുള്ള തിരിച്ചറിവ് അത് CPMന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഭാഷയിൽ, അതേ ഭാഷയിലോ അല്ലെങ്കിൽ അതിലും കടുത്ത ഭാഷയിലോ തിരിച്ച് മറുപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വരും ദിവസങ്ങൾ നമുക്ക് കാണാനും കഴിയും. അതാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചൂട് പിടിപ്പിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യം വന്നു ചേർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ജി സുധാകരന്റെ നടപടിയെ ചെറ്റത്തരം എന്ന് വിശേഷിപ്പിച്ചത് അത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ജി സുധാകരൻ അത് രംഗത്ത് കൊണ്ടുവരികയാണ്. ഒപ്പം UDF പ്രചാരണ രംഗത്ത് അത് ശക്തമായ ആയുധമാക്കി മാറ്റും. 2014 NK പ്രേമചന്ദ്രനെതിരെ മുഖ്യമന്ത്രി അന്ന് നടത്തിയ പരാമർശം, പരനാറി പരാമർശം, അത് 2019 ഒരു പക്ഷേ അതിൻ്റെ അലയൊലികൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ റിസൾട്ട് UDFന് അനുകൂലമായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം അതെങ്ങനെയായിരിക്കും ആലപ്പുഴയിൽ അത് ചർച്ചയാവുക, തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതും കാണേണ്ടതാണ്.